കലാപത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്നും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിന് പിന്നാലെ ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊടും കുറ്റവാളികൾ നുഴഞ്ഞു കയറുകയാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇപ്പോൾ തന്നെ അതിർത്തിയിൽ നിന്നും കൊടും കുറ്റവാളികളായ 16 പേരെയാണ് BSF പിടികൂടിയിരിക്കുന്നത്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ വലിയ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ ഇന്ത്യയും അതീവ ജാഗ്രതയിൽ തന്നെയാണ്. ഇതിനോടനുബന്ധിച്ച് BSF സംയുക്ത സംഘം അതിർത്തിയിൽ കനത്ത ജാഗ്രതയോടെ തന്നെയാണ് അതിർത്തി കാക്കുന്നത്. ഇതിനിടയിലാണ് 16 ബംഗ്ലാദേശികൾ കടന്നു കയറാൻ ശ്രമം നടത്തിയതെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതിൽ 3 സ്ത്രീകളും 13 പുരുഷന്മാരും അടങ്ങുന്ന ബംഗ്ലാദേശികളെ അഗർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് BSF സംയുക്ത സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇതിൽ തന്നെ പിടിക്കപ്പെട്ടവരിൽ 3 പേർ കൊടും കുറ്റവാളികളെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് മിജാനുർ റഹ്മാൻ, സഫിഖുൽ ഇസ്ലാം, MD അൽമീൻ അലി, MD മിലൻ, സഹബുൾ, സരിഫുൾ ഷേഖ്, കബീർ ഷേഖ്, ലിജ ഖാത്തൂൺ, താനിയ ഖാൻ, ഏതിക് ഷേഖ്, ബൃന്ദാബൻ മണ്ഡൽ, അബ്ദുൽ ഹക്കീം, MD ഇദുൽ, MD അബ്ദുൾ റഹ്മാൻ, MD അയ്യൂബ് അലി, MD ജിയാറുൾ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഇതോടെ ത്രിപുരയിൽ ബംഗ്ലാദേശി പൗരന്മാരുടെ അനധികൃത പ്രവേശനത്തിന് സൗകര്യമൊരുക്കുന്നവരെ പറ്റിയും അന്വേഷിക്കുമെന്ന് തന്നെയാണ് BSF വ്യക്തമാക്കുന്നത്. അതേസമയം അതിർത്തിയിൽ ഇന്ത്യ അതീവ ജാഗ്രത പുലർത്തേണ്ടി വരുമെന്നാണ് ധാക്കയിലെ മുൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയത്. ബംഗ്ലാദേശിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ഇന്റർനാഷണൽ മാരിടൈം ബൗണ്ടറി ലൈനിൽ പെട്രോളിംഗും നിരീക്ഷണ പ്രവർത്തനങ്ങളുമടക്കം ശക്തമാക്കിയതായിട്ടാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അധികൃതർ അറിയിക്കുന്നത്. അതായത് നിയമവിരുദ്ധമായ കടന്നുകയറ്റങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേസമയം ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തെ തുടർന്ന് ബംഗ്ലാദേശിലുടനീളം പൊട്ടിപ്പുറപ്പെട്ട അക്രമ സംഭവങ്ങളിൽ ഇതുവരെ 230ഓളം പേർ മരണപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. അതായത് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാരിനെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം ഇന്ത്യയെ ഉന്നം വെച്ചിട്ടുള്ളതാണ് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. അതായത് ബംഗ്ലാദേശിലെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് വിദ്യാർത്ഥികളാണെങ്കിലും പ്രത്യേകിച്ച് അക്രമം നടത്തുന്നത് ന്യൂനപക്ഷ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഒരു അക്രമം എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ തോയ്ബ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിലവിൽ ആക്രമണം നടത്താനായി ബംഗ്ലാദേശിലെ അൻസറുള്ള ബംഗാൾ ടീമുമായി പങ്കാളികളായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതായത് ജമാഅത്ത് ഇസ്ലാമിയും ABT ഉൾപ്പെടെയുള്ള മറ്റ് നിരോധിത ഗ്രൂപ്പുകളെയും പിന്തുണയ്ക്കുന്നതിൽ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെ ബംഗ്ലാദേശിലെ ഭരണമാറ്റം പ്രവർത്തനത്തിൽ പാകിസ്ഥാന് പ്രധാനമായും പങ്കുള്ളതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്ത്യയിൽ തന്നെ ആക്രമണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ബംഗാളിൽ അവർ ഒരു താവളം സ്ഥാപിച്ചു 2022 മുതൽക്കെന്നാണ് വിവരങ്ങൾ. ഏകദേശം 50 മുതൽ 100 വരെ കേഡന്മാർ ത്രിപുരയിലേക്ക് നുഴഞ്ഞുകയറാൻ പദ്ധതിയിട്ടിരുന്നതായി 2022 മുതലുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. അതേ വർഷം തന്നെ ABTയുമായുള്ള ബന്ധമുള്ള നിരവധി ഭീകരർ അസമിൽ അറസ്റ്റിലായി. ഇത് വർദ്ധിച്ചു വരുന്ന ഭീഷണി ഉയർത്തിക്കാട്ടുകയാണ്. 2007 ജമാഅത്തുൽ മുസ്ലിം എന്ന പേരിൽ NGയുടെ ധനസഹായത്തോടെ സ്ഥാപിതമായ ഈ സംഘടന സാമ്പത്തിക ഞെരുക്കം മൂലം മങ്ങുകയായിരുന്നു. 2013 അൻസറുള്ള ബംഗാൾ ടീമുമായി പുനരാരംഭിച്ചു. 2015 നിരോധിച്ചതിന് പിന്നാലെ ABT സ്വയം അൻസാർ അൽ ഇസ്ലാം എന്ന പുനർനാമകരണം ചെയ്തു. അത് പിന്നീട് 2017 നിരോധിക്കപ്പെട്ടു. അതായത് സൗദി ഏഷ്യ ടെററിസം പോർട്ടലിന്റെ കണക്കനുസരിച്ച് 2013 മുതൽ ബംഗ്ലാദേശിലുടനീളം ഏകദേശം 425 ABT അൻസാർ അൽ ഇസ്ലാം അംഗങ്ങൾ അറസ്റ്റിലായിട്ടുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് ന്യൂനപക്ഷക്കാർ എത്തുന്നതെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതിനാൽ തന്നെ അതിർത്തി പ്രദേശത്തെല്ലാം തന്നെ കനത്ത ജാഗ്രതയിലാണ് BSF ദൗത്യ സംഘം എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.